വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സേവ് ദ ഡേറ്റിന്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ചേച്ചിയുടെ സേവ് ദ ഡേറ്റ് ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് അവർക്ക് ഷൂട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുക്കാന്ന്. അപ്പോൾ കുറേ പേര് കല്യാണത്തിന്റെ പ്രിപ്പറേഷൻ വ്ളോഗ് എടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ 2-3 വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് കുറേയൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെ റൂമാണ്, കുറേയൊക്കെ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ബെഡ് കണ്ടോ, എൻ്റെ റൂമത്തെ ബെഡ് കൊണ്ടുപോയിട്ട് ഈ റൂമിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കർട്ടൻ നമ്മൾ വെച്ചു. ഇവിടെ ഉണ്ട്, ഞാൻ കയറ്റി വെച്ചേക്കാണ്. പിന്നെ കണ്ട റൂമിന്റെ പെയിന്റ് യെല്ലോ ആൻഡ് ബ്ലൂ ആണ്. പിന്നെ ഇതാ ബാത്റൂമിന്റെ ഡോറ് മാറ്റിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഈ റൂം മൊത്തം ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഈ റൂമും എൻ്റെ റൂമാണ് ചേഞ്ച് വരുത്തിയേക്കണം കേട്ടോ കുറച്ച്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സേവ് ദ ഡേറ്റ് ഷൂട്ട് ഉണ്ട്. അപ്പോൾ ചേച്ചി ഇടുന്ന ഡ്രസ്സ് ഒരു യെല്ലോ ടോപ്പും ബ്ലൂ സ്കേർട്ടാണ്. സ്കേർട്ട് ഇട്ട് മുപ്പിലാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ടോപ്പ് വേറെ ഏതൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ, ആരോ വന്നിട്ടുണ്ട് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിട്ടിട്ടാണ് സേവ് ദ ഡേറ്റ് ഷൂട്ടുള്ളത്. അവർക്ക് 3 ഷൂട്ടോ 2 ഷൂട്ടോ കൂടെ ഉണ്ട്, പല കോസ്റ്റ്യൂം ഇട്ടിട്ട്. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു ഒരെണ്ണം ഉണ്ടായിരുന്നത്. ഒന്ന് ഇന്നാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു മന ഉണ്ട്. അപ്പം മനയിൽ വെച്ചിട്ടാണ് ഷൂട്ടുള്ളത്. അതായത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് മന ഉള്ളത്, കുറുമ്പൂർ മന. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഷൂട്ടുള്ളത്. ഞാൻ 2-3 എന്താ പറയുക വീഡിയോസ് ഇട്ടിട്ടുണ്ട്, റീൽസൊക്കെ അവിടെ പോയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഷൂട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ചേച്ചീനെ ഒന്ന് റെഡി ആക്കണ വീഡിയോയും അതുപോലെ തന്നെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെ ഇനി ചേച്ചി ഇതാ റെഡി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചേച്ചീനെ റെഡി ആക്കുന്നത് ഞാനാണ് കേട്ടോ. ഈ ഒരു സ്കേർട്ടും ടോപ്പും ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. കളറും അതുപോലെ തന്നെ മോഡലും ഒക്കെ എൻ്റെ സെലക്ഷനാണ്. എനിക്ക് തോന്നുന്നു അവളുടെ ഒരുവിധം ഫംഗ്ഷനൊക്കെ ഡ്രസ്സ് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. കല്യാണം, തലേ ദിവസം ദക്ഷിണ, അതുപോലെ തന്നെ ഹൽദിയുടെ ഡ്രസ്സ് എല്ലാം എൻ്റെ സെലക്ഷനാണ്. സേവ് ദ ഡേറ്റിൻ്റെ 2 ഔട്ട്ഫിറ്റൊക്കെ എൻ്റെ സെലക്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ മേക്കപ്പിലോട്ട് കിടന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ സ്കിന്നിൽ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. നെക്സ്റ്റ് ഞാൻ സൺസ്ക്രീനാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. രണ്ട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ സേവ് ദ ഡേറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് മുൻപത്തെ ദിവസം ഷൂട്ടിന് വെയിലത്തായിരുന്നു. സോ ഫുൾ ടാൻ ആണ് കേട്ടോ. അവളുടെ കയ്യും കാലൊക്കെ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിക്ക് സൺസ്ക്രീനൊക്കെ പൊത്തി. അതിനുശേഷം ഞാൻ കളർ കറക്ടറാണ് കേട്ടോ എടുത്തേക്കുന്നത്. കറക്ടർ പ്ലസ് കൺസീലറാണ് എടുത്തേക്കുന്നത്. കാരണം ആൾക്ക് ഡാർക്ക് സർക്കിൾ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടെങ്കിലും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലറും കറക്ടറൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ കുക്കു എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം. അവൾക്ക് എൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ കളിക്കും. അപ്പോൾ നമ്മൾ കളർ കറക്ടറും കൺസീലറൊക്കെ വെച്ചിട്ട് അവളുടെ ഡാർക്ക് സർക്കിൾ ഒന്ന് ചെറുതായിട്ട് ഹൈഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ സ്കിന്ന് ഫുള്ളായിട്ട്, അതായത് ഫേസ് ഫുള്ളായിട്ട് ഞാൻ ടെത്തിൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ പറയുക ഡാർക്ക് സർക്കിളിൻ്റെ ഭാഗത്താണ് കൂടുതൽ അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷേ ഇവളുടെ ഇവൺ സ്കിൻ ടോൺ അല്ല. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് എല്ലാം ഒരു എന്താ പറയുക ഇവൺ സ്കിൻ ടോൺ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്തു. അതിനിടയിൽ പിന്നെ എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വന്നിട്ട് നോക്കി പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നല്ല സംസാരമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരു തിരക്കായ കാരണം എനിക്ക് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട്. ഇപ്പോൾ ഞാൻ കുറേയൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കുറേ ഒന്നും പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഇപ്പോൾ നല്ല തിരക്കാണ്. കല്യാണത്തിന് ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. പക്ഷേ അതിനിടയിൽ നമുക്ക് 2-3 ഫംഗ്ഷനും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള കാര്യം നമ്മൾ ഫുൾ ബിസിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കീർത്തിക്ക് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക്ക് ഇട്ടെടുത്തു, മസ്കാര ഇട്ടെടുത്തു, ഐഷെയർ ഇട്ടെടുത്തു. ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ, കാരണം വീഡിയോക്ക് നല്ല ലെങ്ത്ത് കൂടും. ഇതാണ് എൻ്റെ ചേച്ചി. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അവൾ ചെറിയ മുഖമാണ് കേട്ടോ, ചെറിയ ഫേസാണ്. പിന്നെ എൻ്റെ അത്ര തടിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ഷൂട്ടിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഇതാണ് മന. തൊട്ട ബാക്കിലാണ്, അതായത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള മനയാണ് കേട്ടോ. ഇത് മനയായിരുന്നില്ല, ആദ്യം ഒരു വീടായിരുന്നു. പിന്നെ അവർ ആ വീടൊക്കെ പൊളിച്ച് മന പണിതതാണ്. കുറുമ്പൂർ മന എന്നാണ് കേട്ടോ പേര്, ചാവക്കാട് ഉള്ളത്. ഞാൻ മുൻപും ഇവിടെ വന്നിട്ട് 2-3 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് കേട്ടോ, കാരണം വീടിൻ്റെ തൊട്ടടുത്താണ്. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങോട്ട്. അപ്പോൾ അതിനിടയിൽ സ്നേഹം വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മനയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഈ മന വേറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. കാരണം വിസ്മയുടെ മാമൻ്റെ വീടാണ്, അതായത് വിസ്മയ ആർട്ട് എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ മാമൻ്റെ വീടാണ്. അപ്പം ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ നിന്ന് എന്തോ റീലൊക്കെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിസ്മയുടെ മാമൻ്റെ വീടല്ലേ എന്ന്. അതെ, ഞങ്ങൾ നെയ്ബേഴ്സാണ് കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് വീടൊക്കെ 2 പേരുടെയും.
നല്ല അടിപൊളി വീടാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടോ മ്യൂറൽ ആർട്ട്, മ്യൂറൽ പെയിൻറ്റിൻ്റെ ആർട്ടാണ് കേട്ടോ. രണ്ട് സൈഡ് വാളും, ഒരു സൈഡ് നല്ല വലുതാക്കിയിട്ടും ഒരു സൈഡ് ഒരു പകുതിയോളം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള വീടാണ് കേട്ടോ. നല്ല രസം കാണാനായിട്ട്. നമുക്ക് ട്രഡീഷണൽ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ. എനിക്ക് തോന്നുന്നു അധികം മന ഇല്ല ഇതുപോലെ ഓപ്പൺ ആക്കി എടുത്തേക്കുന്നത് തൃശ്ശൂർ, ഓപ്പൺ ആയിട്ടുള്ളത്. 2-3 മന എനിക്കറിയാം. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായി. ഞാൻ ഇതുപോലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ 2-3 മനയിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല സൗകര്യമൊക്കെ ഉള്ള വലിയ മന എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണെന്ന് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കുറുമ്പൂർ മന എന്ന് സെർച്ച് ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇതാ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട് ഇവിടെ കണ്ടത്. ഇത് നമ്മുടെ ലൊക്കേഷൻ മനയാണ് കേട്ടോ. ഇവിടെ കണ്ടോ കുളമൊക്കെ ഉണ്ട്. നമ്മൾ ക്യാമറമാനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ക്യാമറമാൻ ആൻഡ് ഗ്രൂം, ബ്രൈഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഗ്രൂമിന് വേണ്ടി കൂടി വെയിറ്റിംഗ് ആണ്. ഞാനും സ്നേഹയുണ്ട് കേട്ടോ ഇവിടെ. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് കേട്ടോ, ഷൂട്ടിനും അല്ലാണ്ടും ഇവിടുത്തെ സിനിമാമനെ കാണാനൊക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മൾ നൈബേഴ്സ് ആണല്ലോ, പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വരും. പക്ഷെ ഞാൻ ഇതുവരെ കുളത്തിക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. കുളത്തിൽ കാലിട്ടിരുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. മീനുണ്ട് കേട്ടോ, ഭയങ്കര വലിയ മീനുണ്ട് ഇവിടെ. കാണിച്ചു തരാം, പക്ഷേ എനിക്ക് ഇറങ്ങാനൊരു പേടി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മീനൊക്കെ ഉണ്ട്, നല്ല വലിയ മീനോ. അയ്യോ, എന്നെ കണ്ടപ്പോൾ അവരൊക്കെ ഓടി. എന്നെ കണ്ടപ്പോൾ അവരൊക്കെ താഴ്ത്തു പോയി ഗൈസ്. എന്തായാലും നല്ല വെയിലുണ്ട്. എൻ്റെ വീട് ഈ കണ്ടതാണ് എൻ്റെ വീട്. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടെ മിക്ക ദിവസവും ഷൂട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്നെന്താ ഷൂട്ടില്ല, അല്ലെങ്കിൽ സാധാരണ മിക്ക ദിവസവും ഷൂട്ട് ഉണ്ടാവാറുണ്ട്. നമുക്ക് അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കാം. എൻ്റെ വീട് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ടെറസിൽ നിന്നാലൊക്കെ നല്ല സൈറ്റാണ്. എൻ്റെ പണ്ടത്തെ റൂമാണിത്. ഈ ജനലുണ്ട്, ഇതെൻ്റെ പണ്ടത്തെ റൂം. അപ്പോൾ അവിടെ നിന്നാലൊക്കെ കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. ഷൂട്ടുണ്ടെങ്കിൽ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇതാണ് ഒരു ഡോറ്. ഇപ്പോൾ എനിക്കറിയില്ല, അവരെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് വീട്ടിലേക്കാണ് തിരിച്ച്. ഞാൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് തിരിയണത്. എനിക്ക് വയ്യ നടക്കാം. അപ്പം ഞാൻ വെച്ചു ഇവിടെ എങ്ങനെ ഇരിക്കാം, അവർ വരാം, വന്നിട്ട് പോവാന്ന്. ഫൈനലി ഇതാ ഗ്രൂം വന്നിട്ടുണ്ട്, കല്യാണച്ചക്കൻ വന്നിട്ടുണ്ട്, കൂടെ ക്യാമറമാനും ഉണ്ട് കേട്ടോ, ചേട്ടന്മാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മനുവാണ് ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത്. ലണ്ടനിൽ വന്നിട്ട് 10 ദിവസമായി, 10-9 ദിവസമായി. കാരണം ഞാൻ തിരക്കിലാണ്, ഇവർ അതിലേറെ തിരക്കിലാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ നൈറ്റാണ് എന്താ പറയുക പർച്ചേസും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നത്. പിന്നെ ലാസ്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോഴും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചേട്ടനാണ് കേട്ടോ, അതായത് ഈ വീട് ഓൾ ഇൻ ഓൾ നോക്കണ ചേട്ടനാണ് മനോജേട്ടനെ കണ്ട് ഒരു ഷേക്കനെ കൊടുത്ത് നമ്മൾ ഷൂട്ടിന് കയറാൻ പോവാണ് കേട്ടോ ഉള്ളിലേക്ക്. കയറി മനുവേട്ടൻ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷർട്ടും മുണ്ടൊക്കെ ഇട്ടു. അപ്പോൾ എന്താ പറയുക മേക്കപ്പ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് മേക്കപ്പ് ചെയ്താന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ പിന്നെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഫൗണ്ടേഷൻ പ്ലസ് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ആക്കി ആ ഒരു ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത് ഫേസ് സ്കാനിൻ്റെ കേട്ടോ. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതിനിടയിൽ. അപ്പോൾ സ്നേഹ ലിപ്സ്റ്റിക്കായിട്ട് വന്നിട്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതവിടെ ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഷൂട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും ഷൂട്ട് ഉണ്ടായിരുന്നില്ല. ബാക്കി നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ ഷൂട്ട് എടുക്കാൻ പറ്റി. അപ്പം ഞാൻ ഫൗണ്ടേഷൻ കൊടുത്ത് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. കാരണം ഞാൻ പിന്നെ മേക്കപ്പിന് അധികം ടൂൾസൊന്നും ഉപയോഗിക്കാറില്ല, പിന്നെ ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ല. അപ്പം ഞാൻ എനിക്കറിയണ പോലെ ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഫേസ് ഫുള്ളായിട്ട്. മനുവേട്ടനാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചിലവർക്കൊക്കെ ആണെങ്കിൽ എന്താ പറയുക മേക്കപ്പ് ഇടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ മനുവേട്ടൻ അങ്ങനെ ഇരുന്ന് തന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. മിഴിയാകെ തേടും കാവ്യം നീയാണ്, മീട്ടും വിരലുകൾ ഇന്നും ഞാനാണ്. കാതാകെ കേൾക്കും പാട്ടിൽ നീയാണ്, മൂളും ചുണ്ടുകൾ ഇന്നും ഞാനാണ്. നീ നീഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. മിഴിയിൽ നീ അകലെ, എൻ കണ്ണിൽ കണിയായി.
അങ്ങനെ അവരുടെ ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും സ്നേഹയും പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ വൈഷ്ണവി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഷൂട്ടൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും ഫോണിൽ കളിച്ചു. പിന്നെ ഞാൻ പുറത്ത് പോയിരുന്നു കേട്ടോ കുറച്ച് നേരം, കാരണം നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോയിരുന്നു കേട്ടോ. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഉമ്മർത്ത് വന്നിരുന്നു, കാരണം ഉള്ളിൽ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. ഫാനുണ്ട്, പക്ഷെ അവർക്ക് വേണ്ടി തിരിച്ചു വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഉമ്മർത്ത് വന്നിരിക്കാമെന്ന്. ഇവിടെ ആണെങ്കിൽ കാറ്റുണ്ട് കേട്ടോ, ചെറുതായിട്ട് കാറ്റുണ്ട്. സോ ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം ഞാൻ വീട്ടിൽ പോട്ടോ, കാരണം കുറച്ചധികം പണിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കല്യാണപ്പെണ്ണിൻ്റെ ബ്ലൗസ് അടക്കം ഒരു 7 ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്യണത് ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു 1 മന്തായിട്ട് ഇപ്പം അതിൻ്റെ പിന്നിലാണ്. അത് കാരണം തന്നെ എനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഫുൾ ടൈം തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടിക്കുന്നത് വളരെ കുറവാണ്, ഫുൾ തുന്നലാണ്. അപ്പോൾ അറിയാലോ, കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യണത്. പിന്നെ 7 ബ്ലൗസും ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കണം, കാരണം അപ്പോൾ അതിൻ്റെ പിന്നിലിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വീട്ടിൽ പോകണം, ഒന്ന് സെറ്റാക്കണം. ഇനി 3 ദിവസം കൂടി ഉള്ളൂ കല്യാണത്തിന്. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച കല്യാണമാണ്. പക്ഷെ നമ്മൾ വെള്ളിയാഴ്ച മുതൽ നമ്മുടെ വീട്ടിൽ പ്രോഗ്രാമാണ് കേട്ടോ. ഹൽദി, ദക്ഷിണ, കല്യാണം, റിസപ്ഷൻ, 4ാം കല്യാണം, കുറേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡ്രസ്സ് 2-3, അതായത് എൻ്റെ 2-3 ഡ്രസ്സിൽ തന്നെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ 2 ബ്ലൗസിൽ, പിന്നെ ഒരു കസിൻ്റെ ബ്ലൗസ് ഉണ്ട്, കുറച്ചധികം ബ്ലൗസ് ഉണ്ട്. പിന്നെ കാത് കുത്തിയിട്ട് ഞാൻ കമ്മലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ ഇതാണ് കുത്തിയത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കമ്മലൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഇത് ഭയങ്കര വേദന കേട്ടോ. ഈ 3ാമത്തെ ഇതൊന്നല്ല കുത്തിയത്, ഇത് 2ആണ്. പക്ഷെ വേദന ഇതിലാണ് കേട്ടോ. കമ്മൽ മാറ്റിയിട്ടാണ് തോന്നുന്നു. ഞാൻ കമ്മൽ മാറ്റിയിട്ടു. ഈ റിങ് ഇതിലാണ് കിടക്കണ്ടായിരുന്നു, 3rd ഇങ്ങോട്ട് എടുത്തിട്ടപ്പോൾ ഭയങ്കര വേദന. അതിൻ്റെ കാതൊക്കെ കണ്ടോ, ചോന്നിരിക്കുകയാണ് കേട്ടോ. അവരുള്ളിൽ ഷൂട്ട് ചെയ്യുകയാണ്. ഞാൻ അധികം വീഡിയോ എടുത്തില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്തില്ല. ഞാൻ പുറത്തിരുന്നു. സ്നേഹ അവിടെ ഉള്ളിലിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കസിനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ, വൈഷ്ണവി, അവളും ഉണ്ട് ഉള്ളിൽ. ഞാൻ കുറച്ച് നേരം പുറത്ത് വന്നിരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോറടിച്ച് തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് തിരിച്ച് പോകാമെന്ന്. അപ്പം ഞാനിതിനെ നടുമുറ്റത്ത് നിന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ട് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ, ലവ് യു ഓൾ.